വേറൊന്ന്, അതിപ്പോഴും പബ്ലിക്കായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ബട്ട് അകത്ത് എല്ലാവർക്കും അറിയാം. പ്രതിരോധ വിദഗ്ധനുണ്ടല്ലോ ടോം കൂപ്പർ, ഓസ്ട്രിയക്കാരൻ, അദ്ദേഹമാണ് ഭാരതമല്ലാതെ പുറത്തു നിന്ന് ആദ്യമായിട്ട് ഇറ്റ് ഈസ് എ ക്ലിയർ കട്ട് വിക്ടറി ഓഫ് ഇന്ത്യ എന്ന് പ്രഖ്യാപിച്ചത്. ആ യുദ്ധവിദഗ്ധനാണ്. അദ്ദേഹം ഒരുപാട് യുദ്ധങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. ആയുധങ്ങളുടെ ടെക്നോളജി ഇതൊക്കെയാണ് പുള്ളിയുടെ, അല്ലാതെ അതിനകത്തെ രാഷ്ട്രീയം വല്ലപ്പോഴുമേ പുള്ളി കൈകാര്യം ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഡിസ്പ്യൂട്ടിൽ ടോം കൂപ്പർ ഈ അദ്ദേഹം ഒരു ലേഖനം എഴുതി, 2 ഭാഗങ്ങളായിട്ട് ലേഖനം. ആ ലേഖനത്തിൽ പറയാത്ത കാര്യം ഇന്ത്യൻ ടെലിവിഷൻസ് ചർച്ചയ്ക്കായിട്ട് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ഡിസ്പ്യൂട്ടിൻ്റെ അടിസ്ഥാനം കാശ്മീർ അല്ല. കാശ്മീർ നിങ്ങൾ മുഴുവൻ അങ്ങോട്ട് കൊടുത്തു എന്ന് വെച്ചോ, പ്രശ്നം തീരാൻ പോകുന്നില്ല. പ്രശ്നം ജിഹാദാണ്, അന്താരാഷ്ട്ര ജിഹാദാണ്. ലോകത്തെല്ലായിടത്തും നടക്കുന്ന ജിഹാദാണ് ഇവിടെയും നടക്കുന്നത്. അത് ഇന്നുണ്ടായതൊന്നുമല്ല. 1947 നിങ്ങളുടെ പാർട്ടീഷൻ നടന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ അതിർത്തിയുടെ അടിസ്ഥാനത്തിലല്ലല്ലോ. അതിർത്തിയൊന്നും തമ്മിലുണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമേ ഇല്ല, പിന്നെ എന്താ അതിർത്തി തർക്കം? ഈ രാജ്യം ഉണ്ടാവാൻ കാരണം മതമാണ്, ജിഹാദാണ്. അതിപ്പോഴും തുടരുന്നു. അത് ഇനിയെങ്കിലും നിങ്ങൾ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കണം. ഇനി ഔദ്യോഗികമായിട്ട് അംഗീകരിക്കാൻ നിങ്ങൾക്ക് അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിലെങ്കിലും നിങ്ങൾ ഓർത്തു വയ്ക്കണം, ഇത് ജിഹാദാണ് നടക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലെ സമാധാനവാദികൾ പറയും കാശ്മീർ അങ്ങ് തീരട്ടെ, അതൊരു സൊല്യൂഷനാണല്ലോ. ബട്ട് അതുകൊണ്ട് തീരില്ല. അവർ ഹിമാചൽ പ്രദേശ് ചോദിക്കും, പിന്നെ അവർ ഡൽഹി ചോദിക്കും, ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇതൊരു അതിർത്തി തർക്കമാണ്, കാശ്മീർ പ്രശ്നമാണ്, അത് ചർച്ച ചെയ്യാവുന്നതാണ്. അങ്ങനെയൊന്നും ചർച്ച ചെയ്ത് തീരില്ല. അത് നിങ്ങൾ സറണ്ടർ ചെയ്താൽ പോലും പ്രശ്നം തീരില്ല. പിന്നെയല്ലേ ചർച്ച 2 കൂട്ടർക്കും ഗുണമുണ്ടാകുന്നതാണ് ചർച്ച എന്ന് പറയുന്നത്. ഇത് സറണ്ടർ. ടോം കൂപ്പർ പറയുന്നത് നിങ്ങൾ ടോട്ടലി നിങ്ങളുടെ ടെറിട്ടറി സറണ്ടർ ചെയ്തു എന്ന് വെച്ചോ, അപ്പോഴും പാകിസ്ഥാൻ ഹാപ്പി ആവില്ല. ബിക്കോസ് അതിർത്തി പ്രശ്നമല്ല, ജിഹാദാണ് പ്രശ്നം. ഇത് തുറന്ന് പറഞ്ഞ ആൾ ടോം കൂപ്പർ മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ അതാണ് നടക്കുന്നത്. ഇപ്പോൾ 47 പാകിസ്ഥാൻ കൊടുത്തു, എന്നിട്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോയോ? പോയില്ല. പാകിസ്ഥാനിലുള്ള മുസ്ലിങ്ങൾ അവിടെ തന്നെ നിന്നു. ഇന്ത്യയിൽ നിന്ന് വളരെ ചുരുക്കം പേരെ പാകിസ്ഥാനിലേക്ക് പോയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇവിടുത്തെ കേരളത്തിൽ നിന്ന് എത്ര പേര് പോയി? തമിഴ്നാട്ടിൽ നിന്ന് ആരെങ്കിലും പോയോ? കർണാടക, ആന്ധ്ര, ആരും പോയില്ല. ഉത്തർപ്രദേശിൽ നിന്ന് പോലും പോയില്ല. പാർട്ടീഷൻ കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ പട്ടേലിൻ്റെ ഒരു പൊതുയോഗം ഉണ്ടായിരുന്നു ലക്നൗവിൽ. അന്ന് പട്ടേൽ മുസ്ലിങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞ് ജിന്നയുടെ കൂടെ ഇവിടെ ഇല്ലാത്ത കലാപം മുഴുവൻ ഉണ്ടാക്കി 1946 നിങ്ങളെല്ലാം പാകിസ്ഥാൻ അനുകൂലികളായിട്ട് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തു, ഒക്കെ ചെയ്ത് പാകിസ്ഥാൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ പാകിസ്ഥാനിൽ പോകുന്നില്ല, ഞങ്ങൾക്ക് ഹിന്ദുസ്ഥാൻ മതിയും. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പാകിസ്ഥാൻ ചോദിച്ചുകൊണ്ടിരുന്നത്? ഈ 2-3 दिन में क्या हो गया आपको? നിങ്ങൾക്ക് എന്താ ഈ മനംമാറ്റം വരാൻ കാര്യം? എന്താ പോകാത്ത അങ്ങോട്ട്? ഈ സംശയമാണ് ഈ ഒവൈസിയുടെ കാര്യത്തിൽ എനിക്ക്. ഒവൈസി പെട്ടെന്ന് രാജ്യസ്നേഹിയായിരിക്കുന്നു. എന്ത് സംഭവിച്ചു രാത്രിക്ക് രാത്രി ഒവൈസിക്ക് മാറ്റം വരാൻ കാര്യം എന്താ? അതിൻ്റെ ഒരു വിശദീകരണം വേണ്ടേ? അതില്ല. പെട്ടെന്ന് ശശി തരൂർ നാഷണലിസ്റ്റ് ആവുന്നു, വളരെ പെട്ടെന്നാണ്. 4-5 ദിവസം കൊണ്ട് കാര്യങ്ങളൊക്കെ മാറി രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുന്ന ആളായിട്ട് മാറിയിരിക്കുന്നു. എല്ലാവരും തോളത്തെടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്നു. എനിക്ക് മനസ്സിലാവണില്ല. സർദാർ പട്ടേലിന് പണ്ട് മനസ്സിലാവാഞ്ഞതുപോലെ ഇപ്പോൾ നിസ്സാരനായ എനിക്കും ഈ മാറ്റം മനസ്സിലാവുന്നില്ല. ദർ ഈസ് സംതിങ് റോങ്. പാകിസ്ഥാൻ ഡിമാൻഡ് ചെയ്ത ആൾ പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ അയാൾ വീണ്ടും ഇവിടെ ഒരു പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിനർത്ഥം. അത് അവസരം വരുമ്പോൾ അത് ചോദിക്കും. അതൊക്കെ ഈ അസദുദ്ദീൻ ഒവൈസി അയാൾ ഇപ്പോൾ എണീറ്റ് വന്നൊന്നും അല്ലല്ലോ. എത്രയോ കാലമായിട്ടുള്ള അയാളുടെ പ്രസംഗങ്ങൾ, പെർഫോമൻസ് ഒക്കെ കണ്ടാൽ
കൃത്യമായിട്ടറിയാം. അപ്പോൾ ആ കടുവ പെട്ടെന്നൊരു ദിവസം വെജിറ്റേറിയനായി എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്.